സ്ഥാനാർത്ഥി ചൂടിലേക്ക് കേരളം പൂർണ്ണമായിട്ട് മാറുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ CPM-ന്റെ ശേഷം വരുന്ന മനസ്സിലാക്കും. അതിനിടെ തന്നെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പലവട്ടം കയറി ഇറങ്ങി പോവാൻ ഒരു വലിയ പ്രതീക്ഷയിലാണ് NDA ഉൾപ്പെടെയുള്ളത്. എന്തായിരിക്കും നമ്മുടെ ഒരു പ്രതീക്ഷ? ഇത്തവണ 2004 അനുസ്മരിപ്പിക്കുന്ന വിജയം LDF-നുണ്ടാവും. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. എന്താണോ 2004 ഉണ്ടായത് അത് കേരളത്തിൽ ഇത്തവണ ആവർത്തിക്കും. ഇടതുപക്ഷം LDF ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരും. അതിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കേരളത്തിലെ കോൺഗ്രസിനെയും UDF-നെയും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഉറച്ച മതനിരപേക്ഷ നിലപാടെടുക്കാനും കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ നിലകൊള്ളാനും കഴിയാത്തവരാണ് എന്ന് കഴിഞ്ഞ 5 കൊല്ലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കനത്ത ശിക്ഷ UDF-ന് കിട്ടും. LDF ഈ തെരഞ്ഞെടുപ്പ് തൂത്തുവാരും. BJP-യുടെ സ്ഥിതി കൂടുതൽ ദയനീയമാവും. കേരളത്തിൽ BJP-യുടെ സ്ഥിതി കൂടുതൽ ദയനീയമാവും. ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം BJP-ക്ക് നിലവിലുള്ളതിനേക്കാൾ ദയനീയമായിട്ടുള്ള പതനമുണ്ടാവുക എന്നതാണ്. ഇപ്പം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF-ന് വൻ വിജയമുണ്ടായപ്പോൾ BJP-ക്ക് കേരളത്തിലുണ്ടായിരുന്ന ഏക സീറ്റ് കൂടി പോയില്ലേ? അപ്പോൾ ഇടത് മുന്നേറ്റം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം BJP-ക്ക് ഉണ്ടാകുന്ന പതനം കൂടിയാണ്. പരിഹാസ്യം, അസംബന്ധം എന്നാണ് മറുപടി. ഈ BJP-യുമായിട്ട് പാരമ്പര്യമായി ബന്ധമുള്ള ആളാണല്ലോ മുരളീധരൻ, ശ്രീ K. മുരളീധരൻ. അപ്പോൾ അസംബന്ധമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അത് ഈ ഭൂമി കയ്യേറി കയ്യോടെ പിടിക്കപ്പെട്ടതിൻ്റെ ജാള്യം മറയ്ക്കാനാണ്. അത്രേ ഉള്ളൂ. അതിനെ തന്നെ കാണേണ്ട കാര്യം അല്ല. അതാ പറഞ്ഞത്, ഭൂമി കയ്യേറി നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസ്യനായിട്ട് നിൽക്കുന്ന അതിൻ്റെ ജാള്യം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതിനാദ്യം മറുപടി പറയട്ടെ. പിന്നെ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവരെയൊക്കെ കേന്ദ്ര ഏജൻസി ഇപ്പോൾ ചോദ്യം ചെയ്യുകയും കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പോയി സംവാദം നടത്തട്ടെ. ഭൂമിയും കയ്യേറി വന്നിട്ട് സംവാദത്തിന് തയ്യാറാണെന്നാണോ? ജാള്യം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. പൂർണ്ണമായ അസംബന്ധമാണത്. ഞങ്ങൾ അങ്ങോട്ട് ഉയർത്തിയ ചോദ്യത്തിനൊന്നും മറുപടിയില്ലാതെ ഇപ്പോൾ വീണ്ടും പ്രസ്താവനയുമായിട്ട് വരുന്നത് കയ്യോടെ പിടിക്കപ്പെട്ടതിൻ്റെ ജാള്യമാണ്. എന്തായിരുന്നു അവകാശവാദം? ഇപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടല്ലോ, അത് വ്യക്തമായി കഴിഞ്ഞല്ലോ ഭൂമി കയ്യേറി എന്നുള്ളത്. അതിന് മറുപടി ആദ്യം പറയട്ടെ.